ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകത്തിൽ CBI അന്വേഷണം വേണ്ടെന്ന് ഹൈക്കോടതി. CBI അന്വേഷണം വേണ്ടത് അപൂർവ സാഹചര്യങ്ങളിൽ മാത്രമാണ്. പോലീസിന് വീഴ്ച പറ്റിയെന്ന മാതാപിതാക്കളുടെ ആക്ഷേപം തള്ളിയിരിക്കുകയാണ് കോടതി. ശ്യാം ദേവരാജ് നൽകും കൂടുതൽ വിവരങ്ങൾ. ശ്യാം ദേവരാജ്, പോലീസിന് വീഴ്ച പറ്റിയെന്ന ആക്ഷേപം തള്ളുകയാണ് ഹൈക്കോടതി. പോലീസിനെ സംശയിക്കാൻ മതിയായ കാരണമില്ല, അന്വേഷണം കൃത്യമായ നിലയിലാണ് എന്നാണോ ഹൈക്കോടതിയുടെ നിരീക്ഷണം? അങ്ങനെ തന്നെയാണ്. ഏറ്റവും സുപ്രധാനമായ ഒരു വിധിന്യായമാണ് ഹൈക്കോടതിയിൽ നിന്നും അല്പസമയം മുമ്പ് പുറത്തു വന്നത്. ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകത്തിൽ CBI അന്വേഷണം ആവശ്യമില്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. സിംഗിൾ ബെഞ്ച് ജഡ്ജി ജസ്റ്റിസ് ബെച്ചുകുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിൻ്റെതാണ് ഈ വിധി. രണ്ട് സുപ്രധാനമായ വിധിന്യായങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്നത്. ഒന്ന്, ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് മാതാപിതാക്കൾ നൽകിയ ഹർജി തള്ളിയിരിക്കുന്നു. CBI അന്വേഷണം ആവശ്യമില്ല എന്നതാണ് കോടതി CBI അന്വേഷണ ആവശ്യത്തിൽ എടുത്ത നിലപാട്. രണ്ടാമത്തേത്, ഈ കേസിലെ പ്രതി സന്ദീപിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ടായിരുന്നു. സന്ദീപിന്റെ ജാമ്യാപേക്ഷയും ഹൈക്കോടതി തള്ളിയിട്ടുണ്ട്. സന്ദീപ് ജയിലിൽ തുടരേണ്ടി വരും. സന്ദീപിനും ജാമ്യം നൽകേണ്ട ഈ ഘട്ടത്തിൽ ജാമ്യം നൽകേണ്ടതില്ല എന്ന കാര്യമാണ് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ CBI അന്വേഷണം വേണ്ട എന്ന് ഹൈക്കോടതി തന്നെ തീരുമാനമെടുക്കാനുള്ള ഒരു കാരണമുണ്ട്. CBI അന്വേഷണം അപൂർവമായ സാഹചര്യങ്ങളിലാണ് വേണ്ടത്. ഈ സാഹചര്യത്തിൽ ഇതിൽ പ്രത്യേകമായ ഒരു CBI അന്വേഷണം ആവശ്യമില്ല. കാരണം ഒന്നാമത്തേത്, ഇത് പോലീസിന്റെ ചില നടപടികളിലാണ് വന്ദനയുടെ മാതാപിതാക്കൾ സംശയം ഉന്നയിച്ചിരുന്നത്. അത്തരം സംശയങ്ങൾക്ക് അടിസ്ഥാനമില്ല. കാരണം പ്രതി സന്ദീപിനെ സഹായിക്കുന്ന എന്തെങ്കിലും ഒരു നടപടി ഈ കുറ്റകൃത്യം സംഭവിക്കുന്ന സമയത്ത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് മനഃപൂർവ്വമായി ഉണ്ടായിട്ടില്ല. കാരണം ഇതൊരു അസാധാരണമായൊരു സാഹചര്യത്തിലാണ് കത്തിയെടുത്ത് പ്രതി സന്ദീപ് വന്ദനയെ കുത്തുന്നത്. ഈ ഘട്ടത്തിൽ ഹോംഗാർഡ് അടക്കം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് ആർക്കെങ്കിലും ഈ പ്രതി സന്ദീപിനെ സഹായിക്കണമെന്ന ഒരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഉദ്ദേശം പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യമാണ് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ മാത്രമല്ല, ഇതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇതിന്റെ അന്വേഷണ ചുമതലയിലുണ്ടായിരുന്ന SHO ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പ്രതിയെ സഹായിക്കണം എന്ന ഒരു ചിന്തയും അല്ലെങ്കിൽ ആ രീതിയിൽ അവർ പ്രവർത്തിച്ചിട്ടില്ല എന്നുമാണ് ഹൈക്കോടതി ഇതിൽ നിരീക്ഷിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ CBI അന്വേഷണം ആവശ്യമില്ല. മാത്രമല്ല, CBI അന്വേഷണം വരുന്നത് സംസ്ഥാന പോലീസ് അന്വേഷിക്കുന്ന സാഹചര്യങ്ങളിൽ ഏതെങ്കിലും അന്വേഷണത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വീഴ്ച സംഭവിക്കണം. അത്തരം ഏതെങ്കിലും ഒരു വീഴ്ച ഈ അന്വേഷണത്തിൽ വന്ദനാദാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിൽ ഉണ്ട് എന്ന് കരുതാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ CBI അന്വേഷണം ആവശ്യവുമില്ല. മാത്രമല്ല, ഈ കേസിൽ പോലീസ് അന്വേഷിക്കുകയും കൊട്ടാരക്കര അഡീഷണൽ സെഷൻസ് കോടതിയിൽ കുറ്റപത്രം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ കുറ്റപത്രവും അതിന്റെ തുടർ നടപടികളുമായി പോലീസിന് മുന്നോട്ട് പോകാം എന്ന കാര്യവുമാണ് ഹൈക്കോടതി ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ ഇതിന്മേൽ ഡോക്ടർ വന്ദനയുടെ മാതാപിതാക്കൾ മോഹൻദാസും അമ്മയും CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അന്ന് ADGP അജിത് കുമാർ നടത്തിയ ഒരു പ്രസ്താവന. തിരികെ എത്താം. ഞങ്ങളുടെ നിയമകാര്യ ലേഖകൻ ശ്യാം ദേവരാജാണ് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്തയുടെ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്.